വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും പഴക്കമുള്ള പുസ്തകമാണ് ഇയ്യോബിൻ്റെ പുസ്തകം. നമ്മളെയൊക്കെ വളരെ അമ്പരപ്പെടുന്ന രീതിയിൽ ജീവിച്ച് കാണിച്ച ഒരു മനുഷ്യനായിരുന്നു ഇയ്യോബ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെക്കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. തേമാന്യനായ എലീഫസ്, ശൂഖ്യനായ ബിൽദാദ്, നയമാത്യനായ സോഹർ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിരുന്നു അവരെല്ലാം. എന്നാൽ സാത്താൻ ഒരിക്കൽ ദൈവസേന നിൽക്കാൻ ചെന്നപ്പോൾ നീ എവിടുന്ന് വരുമെന്ന് ദൈവം ചോദിച്ചു. അപ്പം സാത്താൻ പറഞ്ഞു, ഞാൻ ഭൂമിയിൽ നിന്ന് വരികയാണ്. ഉടനെ കർത്താവിൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത, നീ തേമാന്യനായ എലീഫസിനെ തൊട്ടോ, ബിൽദാദിനെ തൊട്ടോ, സോഹറിനെ തൊട്ടോ, അവരൊക്കെ ഭയങ്കര ഭക്തരാണല്ലോ, ഭയങ്കര ദൈവത്തെക്കുറിച്ച് ഭയങ്കര ജ്ഞാനമുള്ളവരും ഇയ്യോബിനോട് ദൈവത്തെപ്പറ്റിയുള്ള ജ്ഞാനം കൊണ്ട് തർക്കിച്ചവരുമൊക്കെയാണ്. അവരെ വല്ലോ നീ തൊട്ടോ എന്നൊന്നും കർത്താവ് ചോദിച്ചില്ല. ഭൂമി എന്ന് കേട്ടപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് ഓടി വന്ന രൂപം, പേരും ഇയ്യോബിൻ്റെതായിരുന്നു. എന്താ അതിന് കാരണമെന്ന് ചോദിച്ചാൽ, മറ്റവരൊക്കെ ഭക്തന്മാരല്ലേ? ആണ്, ഭൂമിയിൽ ഒരുപാട് ഭക്തന്മാരുണ്ടായിരുന്നു. പക്ഷെ ഇയ്യോബിനെ പറ്റി വേദപുസ്തകം പറയുന്നത് അദ്ദേഹം ദൈവഭക്തനായിരുന്നു എന്ന് മലയാള പരിഭാഷയുണ്ടെങ്കിലും അദ്ദേഹം ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു എന്നാണ് അതിൻ്റെ യഥാർത്ഥ പരിഭാഷ. താൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭയമുള്ളവനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. അതായത് അദ്ദേഹം ജീവിത ശൈലി കൊണ്ട് ദൈവത്തെ അട്രാക്റ്റ് ചെയ്ത ഒരാളായിരുന്നു ഭൂമിയെ. ഇന്ന് നാം അങ്ങനെയല്ല ചെയ്യുന്നത്. പ്രാർത്ഥന കൊണ്ടും ആരാധന കൊണ്ടും അന്യഭാഷ പറഞ്ഞും ദൈവത്തെ സ്തുതിച്ചുമൊക്കെ ദൈവഭക്തരായി മാറി ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുമോ എന്ന് ട്രൈ ചെയ്യുന്ന കൂട്ടത്തിലാണ് നമ്മളൊക്കെ. എന്നെപ്പറ്റി ഞാൻ ചിന്തിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്, നിഷ്കളങ്കനോ നേരുള്ളവനോ ദോഷം വിട്ടകലുന്നവനോ ദൈവത്തെ ഭയപ്പെടുന്നവനോ എന്ന നിലയിൽ കുറേയൊക്കെ ചെയ്യുന്നു എന്നല്ലാതെ യോബിനെ പോലെ ശ്രേഷ്ഠമായ ഒരു ദൈവഭയത്തോടെ ജീവിക്കുന്ന ഒരു ഉത്തമ ജീവിതം എനിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ അതിലേക്ക് മാറി ജീവിക്കാൻ കഴിയുമോ എന്ന് പരിശ്രമിക്കുന്ന ഒരനുഭവം ദൈവം എനിക്ക് തന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഭൂമിയെപ്പറ്റി ആരെങ്കിലും ദൈവത്തോട് പറയുമ്പോൾ വേണ്ട, നാം താമസിക്കുന്ന ദേശത്തിൻ്റെ പേര് ഓർമ്മ വരുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് നമ്മുടെ പേരാണ് എന്നൊന്ന് ചിന്തിച്ച് നോക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. എന്നാൽ നാമോ ജീവിത രീതി കൊണ്ടല്ല ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നത്. പലപ്പോഴും ഭക്തി കൊണ്ട്, പാട്ടുകൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, ആരാധന കൊണ്ട്, ഉപവാസം കൊണ്ട്, അന്യഭാഷ കൊണ്ടൊക്കെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കിയാണ്. അസാധ്യമാണ്. കാരണം ദൈവം നമുക്ക് വിഭാവനം ചെയ്ത ക്രൈസ്തവ ജീവിതം ഭക്തിമാർഗമല്ല, അതൊരു ജീവിത ശൈലിയാണ്. മറക്കരുത്.